ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ഞാന് അതിനായിട്ട് ഇപ്പൊ ഞാനിവിടെ ഒരു മഗ്ഗില് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിലോട്ട് കുറച്ച് ഉജാലത്തുള്ളികളും വീഴ്ത്തിയിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടല്ലോ, ഡൈനിങ് ടേബിളൊക്കെ നമ്മൾ വൃത്തിയാക്കാനായിട്ട് പല സൊല്യൂഷനും ഉപയോഗിക്കാറുണ്ട്. അപ്പം അതിന് പകരം നമ്മളിതാ ഇപ്പോൾ ഇതുപോലെ ഉജാല വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു ടവല് വെച്ച് നന്നായിട്ടൊന്ന് മുക്കി കൊടുത്ത് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ച് നോക്കിക്കേ, നല്ല ക്ലീനായിട്ട് വരും. ഉജാല മാത്രം മതി ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോഴ് തന്നെ നമുക്ക് മനസ്സിലാകും നമ്മൾ എന്തോരം സാധനങ്ങളൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്, അതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിരുന്നു ഒരു ഉജാലത്തുള്ളി കൊണ്ടുള്ള ഈ ഒരു ടിപ്പെന്ന്. അടുത്തതായിട്ട് നമ്മൾ ഷൂ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയിലോട്ട് ഞാനിപ്പം ഒരു തുള്ളി ഉജാലയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു തുള്ളി എന്ന് പറഞ്ഞപ്പോൾ അത് 2 തുള്ളി വീണു, സാരമില്ല. ഇത് നന്നായിട്ട് ഇപ്പോൾ ഉജാലത്തുള്ളി എണ്ണയിലാകുമ്പോഴത്തേക്കും അങ്ങനെ പെട്ടെന്ന് മിക്സായി വരത്തില്ല. അപ്പം ഞാനിവിടെ ഒരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അത്ര മിക്സ് ആവത്തില്ല, എന്നിരുന്നാലും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ മോൻ്റെ ഒരു കറുത്ത ഷൂ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കറുത്ത ഷൂ ഒക്കെ നമ്മൾ പോളിഷ് ചെയ്യുമല്ലോ, അതിന് പകരം ഇങ്ങനെ ഈ വെളിച്ചെണ്ണയിൽ ഉജാല മിക്സ് ചെയ്തിട്ട് ഈ കറുത്ത ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത് നോക്കിക്കേ, നല്ല ക്ലീനായിട്ട് പോളിഷായി വരും. നല്ല എഫക്റ്റാണ്. പക്ഷെ വൈറ്റ് ഭാഗത്തോട്ട് തേക്കരുത്. ഷൂവിൽ വൈറ്റ് പോർഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് തേക്കരുത്. പകരം ഈ ഫുള്ളും കറുപ്പായിട്ടുള്ള ഷൂ ആണെങ്കിൽ അത്രയും നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളൊന്ന് സൂക്ഷിച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. വൈറ്റ് ഭാഗത്തോട്ട് എത്താതെ ആ ഒരു ബ്ലാക്ക് ഭാഗത്ത് മാത്രം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഇവിടെ ക്ലോസറ്റ്, ഇതിപ്പം നീല കളർ ക്ലോസറ്റ് ആണ്. വൈറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല എഫക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. എന്നിരുന്നാൽ കൂടെയും ഇതിപ്പം നമുക്ക് ഈ ക്ലോസറ്റിന്റെ അകത്തൊക്കെ മഞ്ഞ കളറിൽ വരാറുണ്ടല്ലോ. നമ്മളിപ്പം എത്ര ക്ലീൻ ചെയ്താലും 2 ദിവസം കഴിയുമ്പോൾ ആ സൈഡൊക്കെ ഒരു മഞ്ഞ കളർ വരും. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴായാലും ആ ഒരു മഞ്ഞ കളർ പോയിട്ട് വരുമ്പോൾ അത് 2 ദിവസം കഴിയുമ്പോൾ അത് അങ്ങനെ ഇരിക്കും. അപ്പൊ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം കുറച്ച് വെള്ളത്തിലോട്ട് ഉജാല മിക്സ് ചെയ്തത് ഈ ക്ലോസറ്റിലോട്ട് ഒന്ന് വീഴ്ത്തി കൊടുക്കും. അപ്പൊ നമ്മളിങ്ങനെ ചെയ്തിട്ടിട്ട് എവിടെ പോയിട്ട് വന്നാലും അതിൽ ആ മഞ്ഞ കളർ പിടിക്കത്തില്ല. അത് കഴിഞ്ഞ ശേഷം നമ്മളിങ്ങനെ ഫ്ലഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ആ മഞ്ഞ കളറൊക്കെ ഒന്ന് പോയി കിട്ടും. ഇതുപോലെ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പൊ രാവിലെ നമ്മള് ക്ലോസറ്റൊക്കെ വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കുറച്ച് ഉജാല വെള്ളം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ക്ലിയർ ആയി കിടക്കും. വൈറ്റ് ആണെങ്കിലും നല്ല ക്ലീൻ ആയി കിട്ടും. അതുപോലെ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്ക് ആണെങ്കിലും ഇതേപോലെ തന്നെ നമ്മളെ പണികളെല്ലാം കഴിഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ഇതേപോലെ ഉജാലയുടെ വെള്ളം ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ക്ലീൻ ആയിട്ട് കിടക്കും. പ്രത്യേക ഒരു ഫ്രഷ്നെസ് ആണ് ആ സിങ്ക് നോക്കുമ്പോൾ തന്നെ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോ വാഷ് ബേസിനാണ്. വാഷ് ബേസിൻ വന്നിട്ട് ഇതേപോലെ ഒരു ഐവറി കളറാണ് കേട്ടാ. അപ്പൊ ഇതിലോട്ട് ഇതേപോലെ തന്നെ ആ ഉജാലയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. നന്നായിട്ട് നല്ല കളറിൽ കിടക്കും. ഐവറി ആണെങ്കിൽ കൂടെ ഒരു മഞ്ഞക്കറിയോ അതൊക്കെ പിടിക്കുമല്ലോ. അപ്പൊ അതൊന്നും വരാതെ നല്ല ക്ലിയർ ആയിട്ട് കിടക്കും. ഉജാല വെള്ളം ഇതേപോലെ ഒഴിച്ചു കൊടുത്താല് ഇപ്പൊ നല്ല പ്രത്യേക ഒരു പെട്ടെന്നൊരു ഗ്ലോ കിട്ടിയതുപോലെയാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.